ഹായ്, നമ്മൾ പഞ്ചിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗാർഡനുണ്ട്. നല്ല രസമുള്ളൊരു ഗാർഡനുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അതിന് എൻഡിൽ നല്ലൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നമുക്ക് അതും കാണാം. ഓക്കെ, ഇതാണ്, ഇവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ നിറയെ ചെടികളും മരങ്ങളും ഒക്കെ വച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുള്ള ചെറിയ ഇരിപ്പിടങ്ങൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ, മനോഹരമായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രസമുള്ള ഒരു ഗാർഡനാണിത്. പഞ്ചിം എന്ന് പറഞ്ഞാൽ ഗോവയുടെ സിറ്റിയാണ്, മെയിൻ സിറ്റിയാണ്. അപ്പോൾ പഞ്ചിമിൽ തന്നെയാണ് ഇതുള്ളത്. പിന്നെ നമുക്കിങ്ങനെ പോകുമ്പോൾ അല്ലേ, കാറ്റാടി മരങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ അതിനൊരു നല്ലൊരു നടവഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പലതരം ചെടികളും പലതരം മരങ്ങളും, ഇടയിലിരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ വെച്ച് നമ്മുടെ എറണാകുളത്തെ സുഭാഷ് പാർക്കിൻ്റെ വേറൊരു തലമാണിത്. സുഭാഷ് പാർക്കിൽ നമുക്ക് ശരിക്കും സുഭാഷ് പാർക്കിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു സൈഡ് പാർക്കും അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണുന്നത് മറ്റേ ഇതാണ്, കായലാണ്. കണ്ടോ, ചെറിയൊരു മീൻ വളർത്തി കേന്ദ്രം, അതിൻ്റെ അപ്പുറത്തൊരു കൊച്ചു കോട്ടയുടെ ഒരു ആകൃതിയിലൊരു സംഭവം. കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറിയൊരു ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഈ സയൻറ്റിഫിക് നെയിം റോസ്റ്റോണിയ റെജിയ, അങ്ങനെന്തോ ഒരു ഫാമിലി അരിക്കാസേ ഡോണ്ട് നോ. ഇവിടെ വേറൊരു തരം ചെടിയാണ്, ഒരു ബ്രൗൺ ഗ്രീൻ കളറിലുള്ള ഒരു തരം ചെടിയാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് കടലിൻ്റെ മനോഹാരിതയിലേക്കാണ്, മനോഹര ദൃശ്യങ്ങളിലേക്കാണ്. പക്ഷേ അതിലൊരു രസം പറയട്ടെ, അതിലിവർ ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് ഇങ്ങനെ തന്നെ കാണാം. അടിപൊളിയല്ലേ? ഇതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഇവിടെ കാണാനായിട്ട്. നൈറ്റ് നല്ല രസമുണ്ടാവും. കാരണം ഇതുണ്ടോ,
ലൈറ്റ് ഇട്ടിട്ടേ നൈറ്റ് ബ്യൂട്ടി ആയിരിക്കും കേട്ടോ, നല്ല ബ്യൂട്ടി ആയിരിക്കും. ഇപ്പം തന്നെ മനോഹരമാണ്. അപ്പോൾ നൈറ്റിലെ അവസ്ഥ എന്തായിരിക്കും? ബീച്ചുകളൊക്കെ കണ്ട് അവശതയാകുമ്പോൾ ഒരു ഉച്ച സമയത്ത് ഇതിനകത്തേക്ക് കയറിയാൽ കുട്ടികൾക്ക് കളിക്കാം, തണൽ കൊള്ളാം, മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാം. പിന്നെ ആ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമല്ലേ, അതിനകത്ത് പോയിരുന്നിട്ട് കടലിലേക്ക് നോക്കുമ്പോൾ വേറൊരു ഫീലുണ്ടാവും. നമ്മൾ സാധാരണ കാണുന്ന ഭംഗിയേക്കാൾ നല്ലൊരു ഭംഗി അതിനകത്ത് നിന്നുണ്ടാവും. നമ്മളൊന്ന് ഷോട്ട് മാറ്റി പിടിച്ചതാണ്. കാരണം നമ്മൾ ആ ഭംഗി മാക്സിമം ഒന്ന് ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മളങ്ങനെ കയറി ചെല്ലുന്നത് മനോഹരമായ ദൃശ്യങ്ങളാണ് ഒരറ്റത്ത് നിന്നും മറ്റൊരു അറ്റത്തേക്ക് പോകുമ്പോൾ ഉള്ളത്. അതിൽ ചിലത് വളരെ ഭംഗിയുള്ള, ചിലരവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ടീമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമെങ്കിൽ ഭയങ്കര സോറി. അപ്പോൾ അവരുടെ പ്രൈവസിയെ നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ കിടിലൻ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇവരുടെ പണിതിട്ടിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടേക്ക് വന്നിരിക്കാൻ നല്ല രസമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഉച്ച സമയത്തേക്ക് വന്നിരിക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അല്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെ ഒരു വിഗ്രഹം ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, രൂപം ലക്ഷ്മണൻ്റെ ആണെന്ന് തോന്നുന്നു, രാമൻ്റെ ലക്ഷ്മണൻ്റെ എന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, നമുക്ക് എന്തായാലും നമുക്കതിൻ്റെ അടുത്തേക്കൊന്ന് പോവാം. പരശുരാമൻ്റെ ആണ് കേട്ടോ. അവിടെ പെയിൻ്റൊക്കെ അടിച്ച് മുമ്പ് അങ്ങനെ ഉണ്ടോ. നൈസല്ലേ എന്നൊക്കെ. പരശുരാമൻ്റെ ആണ്. ലൈറ്റ് ഓപ്പോസിറ്റാണ്, പക്ഷേ കാണാൻ പറ്റും, രസമായിട്ട് കാണാൻ പറ്റും. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് ലൈറ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ നൈസല്ലേ. ഇനിയാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. നൈസല്ലേ. നമ്മൾ ബോട്ടിങ്ങിന് പോയപ്പോൾ കണ്ടതാണ്. കാസിനോ ആണ്, കാസിനോ. അവിടെ നിന്ന് 1200 മുതൽ 1500 വരെ എന്തോ ആണ് എൻട്രി ഫീസ്. അവിടെ നമുക്ക് ഫുഡും അൺലിമിറ്റഡ് ഫുഡും ബിവറേജസും അങ്ങനെയൊക്കെ ഉണ്ട്. ഉള്ളിൽ കയറിയാൽ നല്ല മനോഹരമായി ഗെയിമുകൾ കളിക്കാം, കാശുള്ളവർക്ക് കളയാം. അതിന് പറ്റിയ സ്ഥലമാണിത്. നല്ല നൈസായിട്ടുള്ള കാസിനോ. ഒരു ബോട്ട് അങ്ങോട്ട് എൻട്രി ആവുന്നുണ്ടാവും. അപ്പോൾ അത് എൻട്രി ആകുമ്പോൾ ഒരു രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ക്യാമറ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫീൽ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയാൽ ഇവിടെ ഒരു നൈസല്ലേ, നൈസ് ബ്യൂട്ടി അല്ലേ നോക്കി. അതും കാസിനോ ആണ്, ഷിപ്പാണ്. നമ്മൾ
അങ്ങനെ കാണാമറയത്തെ കാണാ കാഴ്ചകളുമായി ഗോവയുടെ ഉള്ളറകളിലൂടെ നമ്മൾ യാത്ര പോകുന്നു. ഇത് ഉള്ളറയൊന്നുമല്ല, പഞ്ചി സിറ്റിയിലൊരു ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗോവയിൽ ടൂർ വരുന്നവരെ ഇങ്ങോട്ടേക്കൊന്നും അധികം വരാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് ഏരിയ അല്ലല്ലോ ഭയങ്കരമായിട്ട്. മറ്റേന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിലല്ലേ എപ്പോഴും ഗോവയുടെ ഒരു ഇത് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡ് കേട്ടോ, ഗോമന്ത് ഭൂമി ചനക് പരശുരാം. നല്ല മനോഹരമാണല്ലേ. ഇനി നമുക്ക് കപ്പലിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. കപ്പലിൻ്റെ അടുത്ത് എന്തെങ്കിലും, കപ്പലിൻ്റെ അടുത്ത് നമുക്ക് കാണാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഫ്രെയിംസ് ഉണ്ട്, നല്ല ഫ്രെയിംസ് ഉണ്ട്. നമ്മളിങ്ങനെ നിങ്ങൾ ഡീറ്റെയിലായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിറയെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുകളും അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനൊരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലുള്ള ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ ആ ലോകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ കൊടുത്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന എൻ്റെ ഒരു ധാരണയാണ്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഇവിടെ ഡോൾഫിൻ അഡ്വഞ്ചറിന് ബോട്ടൊക്കെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ആ വ്യൂ ഒന്ന് നോക്കിയാലോ. അതില്ല, അവർ ഇരിക്കാൻ ഒരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പരശുരാം വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നോക്കിയപ്പോൾ ഉള്ള കാഴ്ച. ഇനി നമുക്കിവിടെ അബൌട്ട് ജോയ്സ് ഡോൾഫിൻ അഡ്വഞ്ചർ, അതായത് ഇവിടെ ഏതൊരു ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഡോൾഫിൻ അഡ്വഞ്ചർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ വായിച്ചായിരുന്നു. ഡോൾഫിൻ ചാടുന്നതൊക്കെ കാണാൻ പറ്റും. മിരാമാർ ബീച്ചിൽ നിന്നുള്ള ബോട്ടിങ്ങിലാണെന്ന് എനിക്ക് സംശയമുണ്ടത്. അതായിരിക്കണം. നൈസല്ലേ ബോട്ടല്ലേ? അതിൽ നൈസല്ലേ ഇത് കാണാൻ? ഇനി രസം കാണിച്ചിട്ടെ. ബ്യൂട്ടി അല്ലേ? നല്ല ഫ്രെയിം അല്ലേ? നമുക്കങ്ങനെ ഇതുവരെ പോകും നോക്കാം കേട്ടോ. നമ്മളോട് ഡെസ്റ്റിനേഷൻസിൻ്റെ വരുമ്പോൾ എൻഡിൽ ഇതുപോലെ പല മനോഹരമായ സംഭവങ്ങളും നമുക്ക് വീണ് കിട്ടാറുണ്ട്. ഇത് അതിലൊരെണ്ണമാണ്. അത് ഊർത്തി ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിട്ടേക്കണമാണിത്. രസമല്ലേ? നല്ല ഫ്രെയിമല്ലേ?
ഓളം തള്ളുന്ന തനിയെ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ അതിലേക്ക് ഇറങ്ങി, അങ്ങനെ കറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ 2-3 പ്രാവശ്യം വിചാരിക്കുന്നു. പക്ഷേ പറ്റാറില്ല. കാരണം വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ ഏതിൽ വന്നാലാണ് കൃത്യമായ വ്യൂ കിട്ടൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നൈസ് വ്യൂ അല്ലേ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ പാലത്തിലേക്കാണ്. നമ്മളൊരു വ്യൂ കൂടി നമ്മളിങ്ങനെ ചുറ്റും കാണും. മനോഹരമായ നമ്മുടെ ഗോവൻ ദൃശ്യങ്ങൾ. എന്നിട്ട് നമ്മൾ ഈ സ്പോട്ടിൽ നിന്നും നമ്മൾ പയ്യെ സൈൻ ഓഫ് ചെയ്യും. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. നമ്മൾ പോകുന്നു. നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് കൊടുക്കാം അല്ലേ സൈൻ ഓഫ്. അതാണ് അതിൻ്റെ ഒരു രസം. ബൈ.